ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയം വിഷമകരമെന്ന് മുൻ മേൽശാന്തി എഴിക്കോട് ശശി നമ്പൂതിരി. സത്യാവസ്ഥ പുറത്തുവരണം. സ്വർണ്ണപ്പാളിയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും ഇടപെടാറില്ല. പൂജാതി കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ. കാഴ്ചയ്ക്കപ്പുറം എന്ത് ലോകമാണെന്ന് തിരിച്ചറിയാനാകില്ല. ചിലപ്പോഴൊക്കെ മഹസറിൽ ഒപ്പുവെക്കേണ്ടി വരാറുണ്ടെന്നും എഴിക്കോട് ശശി നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അനുദിനം ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എഴിക്കോട് ശശി നമ്പൂതിരി ശബരിമല മുൻ മേൽശാന്തിയാണ് 2010-2011 കാലഘട്ടത്തിലെ. ഒപ്പം തന്നെ മേൽശാന്തി സമാജം ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്, പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിവാദങ്ങളെയും വാർത്തകളെയും എല്ലാം തന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മേൽശാന്തിമാരായിരുന്ന മനസ്സുകളിലെല്ലാം തന്നെ ഒരു വേദനയുണ്ടാകും. എങ്ങനെ ഇതിനെ കാണുന്നു? സ്വാമി ശരണമയ്യപ്പ, അവിടുത്തെ മുൻമേൽശാന്തി എന്നുള്ള എനിക്ക് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അധിക കലശലായിട്ടുള്ള മാനസിക വേദന തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ കുറേ അധികം രാഷ്ട്രീയ കൈകടത്തലുകളല്ലേ അല്ലെങ്കിൽ മുതലെടുക്കലുകളല്ലേ എന്ന് നമുക്ക് തോന്നാം. അവിടെ വരണ സ്വർണം അല്ലെങ്കിൽ അവിടുത്തെ വരണ സാധനങ്ങൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അത് തന്നെയാണോ അവിടെ ഉള്ളത് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ല. ഞങ്ങളത് അതല്ല. ചിലപ്പോൾ ഞങ്ങൾ മഹസർ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ഇപ്പോൾ അത് ഇളക്കിയെടുത്തപ്പോൾ അന്നത്തെ മേശാന്തി ആയിരുന്ന ആൾ അതിനകത്ത് അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ്. ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങളും മേശാന്തിയുടെ ചുമതലയിൽ അദ്ദേഹം കച്ചിട്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അവിടുന്ന് അത് നീക്കം ചെയ്യുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരിക്കണം. പക്ഷേ അത് എന്ത് ലോഹമായിരുന്നു എന്നുള്ളത് അറിയണം. ഇപ്പോൾ കട്ടളപ്പാളികൾ ഇളക്കി കൊണ്ടുപോകുന്നതിലേക്ക് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് സ്വർണ്ണമാണെന്നോ ചെമ്പാണെന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വായിച്ചു നോക്കാം എന്നല്ലാതെ അത് എന്ത് ലോഹമാണെങ്കിലും അത് മേശാന്തി അതിൽ സമാധാനം, മേശാന്തിയോ തന്ത്രിയോ അതിന് സമാധാനം പറയണമെന്ന് പറയണത് ന്യായമല്ല. കാരണം അത് എഴുതി ഒപ്പിട്ട് മേശാന്തി ഇപ്പോൾ തന്ത്രി അതിന് അനുവാദം കൊടുക്കേണ്ടി വരാറുണ്ട്. ദേവൻ്റെ അനുജ്ഞ വാങ്ങിയിട്ട് വേണം അവിടുത്തെ ഏത് പുനരുദ്ധാരണങ്ങളും ചെയ്യാൻ ക്ഷേത്രത്തിൽ. തന്ത്രിയാണ് അതിൻ്റെ പരമാധികാരി, ക്ഷേത്രത്തിൻ്റെ പരമാധികാരി, ഈ റിച്വൽസിൻ്റെ പരമാധികാരി തന്ത്രിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം അതിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ഒരു തവണ മഹസർ എഴുതിയപ്പോൾ ഇപ്പോഴത്തെ വിവാദം അതാണ്. അദ്ദേഹം സ്വർണ്ണമാണെന്നും ചെമ്പാണെന്നും ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. ഈ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുന്നതിന് എന്ന് എഴുതി കൊണ്ടുവന്ന മഹസറിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുമാതിരി ചെമ്പുപാളികൾ എന്ന് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഇത് എന്ത് ലോഹമാണ് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, അത് നമ്മുടെ ചുമതലയിൽപ്പെട്ടതുമല്ല, ഉത്തരവാദിത്തപ്പെട്ടതല്ല. കാരണം കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മകരവിളക്കിൻ്റെ തിരുവാഭരണങ്ങൾ അത് കൊണ്ടുവന്ന് ഘോഷയാത്രയായിട്ട് നേരെ ശ്രീകോവിലേക്ക് തരികയാണ്. തരുമ്പോൾ ഞങ്ങൾ അന്നത്തെ മേശാന്തി അത് ഏറ്റുവാങ്ങി അത് 3 ദിവസം അവിടെ ചാർത്തിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു വെരിഫിക്കേഷൻ വരും. അത് ഏറ്റുവാങ്ങിയ പോലീസ് ഓഫീസർ അത് വെരിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് തരുമ്പോൾ സാധനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തന്ന സാധനങ്ങൾ നമ്മൾ എഴുതി ഒപ്പിട്ട് അടിയിൽ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. കൈപ്പറ്റിയ സാധനങ്ങൾ തിരിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതി ഒപ്പിടാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. കൈപ്പറ്റിയാലല്ലേ നമ്മൾ അപ്പോൾ അത് ഒപ്പിട്ടതല്ലേ എന്ന് ചോദിച്ചാൽ കോടതിയിൽ കേസിന് വന്നാൽ ശരിയാണ്, നമ്മൾ ഒപ്പിട്ടതാണ്. പക്ഷേ അകത്തേക്ക് തരുമ്പോൾ ഇത് ഓരോന്ന് എണ്ണി തരാൻ പൂട്ടി താക്കോലോടുകൂടിയാണ് തരിക. അപ്പോൾ താക്കോലും പെട്ടിയും കൂടിയാണ് അകത്തേക്ക് തരിക. അപ്പോൾ ഞങ്ങളത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഒരു ഒപ്പിട്ടു എന്ന് വിചാരിച്ചിട്ട് അതിൽ ഞങ്ങളെ അല്ലെങ്കിൽ മേശാന്തിയോ തന്ത്രിയോ അതിനകത്ത് അത് പ്രതിക്കൂട്ടിലാക്കേണ്ടത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊടിമരത്തിലെ അലങ്കാരങ്ങൾ പലതും, ചെറിയ അലങ്കാരങ്ങൾ പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ്. അത്തരം സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? അത് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ഒന്ന് വീണ് പോയാൽ അത് അവിടെ തന്നെ കണ്ടെത്താൻ കഴിയുന്നത് അല്ല, അവിടെ നിന്ന് വീണ് പോകാവുന്നതെന്ന് പറയാൻ കൊടിമരം അതിന് പറയോടുകൂടി വന്നാൽ അതിന്മേൽ അലങ്കാരങ്ങൾ എന്ന് വരാൻ ഇപ്പോൾ മുകളിൽ ചില ആലിലകളൊക്കെ തൂക്കാറുണ്ട്. അത് ചിലപ്പോൾ കാറ്റത്ത് പറന്ന് പോവാം. കണ്ണി അകന്നിട്ടൊക്കെ കാലപ്പഴക്കം കൊണ്ട് കുറേ നാളിങ്ങനെ ആടി കഴിഞ്ഞാൽ അകന്ന് പോകാൻ, താഴെ വീണ് പോവാം. അത് പോയാൽ അതൊക്കെ വെറും അലങ്കാരമാണ്. അതിപ്പോൾ ഒരു 2 ആലില 4 മൂലക്കിലാണ് ആലിൽ തൂക്കിയിടാറ്. അതിൽ 3 പോയി ഒരെണ്ണേ ഉള്ളൂ വിചാരിച്ചിട്ട് അത് പുനഃസ്ഥാപിക്കേണ്ട വിഷയമൊന്നുമില്ല. അപ്പോൾ അഥവാ പോയിട്ടുണ്ടെങ്കിൽ അത് പോയി, അത്ര തന്നെ ഉള്ളൂ. അത് വേണമെങ്കിൽ വീണ്ടും പിന്നത്തെ അത് മുകളിൽ കയറി ചെയ്യാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ട് അത് പുനഃസ്ഥാപിക്കാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ എവിടെയും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകൾ തന്നെ അത് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. കാണാതെയും പോകാം. ഇത് പറന്നു പോയതാണെങ്കിൽ
ഇപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ആരും ഉത്തരവാദിയല്ല. ഇതൊക്കെ അത് പ്രകൃതിയുടെ ചില വികൃതികളാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അത് വേദനയുണ്ടാക്കുന്നത് തന്നെയാണ്, തീർത്തും വേദനയുണ്ടാക്കുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മേൽശാന്തിമാരെയോ തന്ത്രിമാരെയോ ഒന്നും തന്നെ കുറ്റക്കാരാക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല വേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നേരിട്ട് ഇടപെടുന്ന ആളുകളല്ല, പൂജാതി കാര്യങ്ങളിൽ മാത്രമാണ് തങ്ങളുടെ ഇടപെടൽ എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.